ഹായ്, നമസ്കാരം. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഞാൻ മലപ്പുറത്താണ്. മലപ്പുറത്ത് കാടപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് എക്കോ ഡെക്കോർ വേൾഡ് ഫർണിച്ചർ എന്ന് പറയുന്ന ഒരു ഫർണിച്ചർ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് ഒരു സ്റ്റീൽ അലമാര നമ്മുടെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ബെഡ്റൂമിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലേക്കൊക്കെ ഒരു സ്റ്റീൽ അലമാര നമ്മൾ വാങ്ങിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ നമ്മളൊരു സ്റ്റീൽ അലമാര വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പുറമേയുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റീലിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എങ്ങനെ ഉള്ളതാണെന്ന്. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റീൽ ഷീറ്റ് CRCA സ്റ്റീൽ എന്ന് പറയുന്നുണ്ട്. അതിന് കോൾഡ് റോൾഡ് ക്ലോസ് അനീൽഡ് എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ അത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അത് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ CRCA എന്ന് പറഞ്ഞാൽ അറിയാം, കടക്കാർക്കൊക്കെ അറിയാം. അപ്പോൾ അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റീലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്മൂത്തായിരിക്കും, വളരെ സ്മൂത്തായിരിക്കും. പിന്നെ റസ്റ്റ്, തുരുമ്പ് അതിലേക്ക് പെട്ടെന്ന് കയറി പിടിക്കില്ല. പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും CRCA സ്റ്റീൽ. ഓക്കെ, അപ്പോൾ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി നമ്മൾ നോക്കണം. പിന്നെ രണ്ടാമത് നമ്മൾ അതിൽ നോക്കേണ്ടത് ഈ ഷീറ്റിൻ്റെ തിക്നെസ്സാണ്. അത് 18 ഗേജ് തൊട്ട് 24 ഗേജ് വരെ നമ്മൾ നാടൻ ഭാഷയിൽ നമ്മൾ അത്ര തിക്നെസ്സിലുള്ള ഷീറ്റുകളാണ് സാധാരണ നമുക്ക് അലമാര ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ 0.6 mm to 0.8 mm നമ്മളെ വീട്ടിലെ ആവശ്യത്തിനൊക്കെയുള്ള അലമാരകൾക്ക് ഈ ഒരു തിക്നെസ്സിലുള്ള ഷീറ്റുകളാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് നമ്മളുടെ ആവശ്യത്തിനും ഗുണത്തിനും ഒക്കെ അനുസരിച്ച് നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ വെക്കുകയാണെങ്കിൽ വലിയ വെയിറ്റുള്ള ഇതല്ലല്ലോ. അപ്പോൾ അത് നമുക്കൊരു ഇപ്പോൾ 22-23 ഗേജ് ഒക്കെ ഉള്ള ഷീറ്റുകൾ ഉപയോഗിച്ച അലമാരകൾ വളരെ സേഫായിട്ട് കുറേ കാലം നിൽക്കും ഡ്രസ്സുകൾക്കൊക്കെ ആണെങ്കിൽ. അതേസമയം ബുക്സ്, ഫയലുകൾ, നമുക്ക് വെയിറ്റുള്ള ഐറ്റംസൊക്കെയാണ് നമുക്ക് വെക്കേണ്ടതെന്ന് വെച്ചാൽ 18 ഗേജിലൊക്കെ വരുന്ന 18 ഗേജ് തിക്നെസ്സിലൊക്കെ വരുന്ന ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ അലമാരകളാണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്താണെന്നുള്ളത് നോക്കി, സ്റ്റീൽ ഷീറ്റ്, അതിൻ്റെ കനവും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് അതിൽ കോട്ടിങ്, അതിൻ്റെ മേലെ കൊടുത്തിരിക്കുന്ന അതിൻ്റെ പെയിൻറ്റിങ് ഏത് ടൈപ്പാണെന്നുള്ളത്. അതിൽ നമുക്ക് ഗ്ലോസി ലുക്കിൽ വരുന്ന പെയിൻറ്റിങ്സ് ഉണ്ട്. പിന്നെ അതുപോലെ മാറ്റ് ഫിനിഷിങ്ങിൽ വരുന്ന പെയിൻറ്റിങ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച്, പിന്നെ ആൻറ്റി റസ്റ്റ്, ഒരു തുരുമ്പ് കയറാത്ത തരത്തിലുള്ള പ്രത്യേക കോട്ടിങ്ങുകളൊക്കെ ഒന്ന് അവൈലബിൾ ആണ്. അത് നമ്മളുടെ ഒരു കാഴ്ചയ്ക്കും ഭംഗിക്കും അനുസരിച്ചുള്ള നമുക്ക് സെലക്ട് ചെയ്യാം. മാറ്റ് ടൈപ്പൊക്കെയാണ് കുറച്ചുകൂടി ബെറ്റർ. പിന്നെ നമുക്കെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോട്ടിങ്ങിൻ്റെ ടൈപ്പ് എങ്ങനെയാണെന്നുള്ളത്, ഏത് തരത്തിലുള്ള കോട്ടിങ്ങാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ നോർമൽ പെയിൻറ്റിങ്ങിൽ വരുന്നുണ്ട്, ബ്രഷ് പെയിൻറ്റിങ് എന്നൊക്കെ വരുന്നുണ്ട്, സ്പ്രേ പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കുറച്ച് കാലം കഴിയുമ്പോൾ അത് പൊളിഞ്ഞു പോരാനുള്ള സാധ്യതയുണ്ട്. നോർമൽ പെയിൻറ്റിങ് ആണെങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് പൗഡർ കോട്ടിംഗ് ആണ്. ഈ പൗഡർ കോട്ടിങ് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തുരുമ്പിനെ പ്രൊട്ടക്റ്റ്, ഈ ഷീറ്റിലേക്ക് തുരുമ്പ് കയറാതിരിക്കാൻ വളരെ എവിടെയും നമുക്ക് അതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എയറിന് കയറി ഉള്ളിലേക്ക് മെറ്റലിലേക്ക് കയറിപ്പെട്ടാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല പൗഡർ കോട്ടിങ്ങിൽ. അപ്പോൾ റസ്റ്റിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് പൗഡർ കോട്ടിങ്. പിന്നെ സ്ക്രാച്ചുകളൊക്കെ ഉണ്ടായിട്ട് പൗഡർ കോട്ടിങ് ചെയ്താണ് ചെറിയ സ്ക്രാച്ചുകളൊന്നും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയില്ല. പിന്നെ കളർ ഫെയ്ഡ് ആവില്ല. പൗഡർ കോട്ടിങ്ങിൻ്റെ പ്രത്യേകതകളാണ് പറഞ്ഞത്. അതായത് നമുക്കത് തുരുമ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്ക്രാച്ച് വന്നാൽ അറിയില്ല. പിന്നെ കളറ് ഫെയ്ഡായി പോവില്ല. അതേസമയം നമ്മൾ നോർമൽ ബ്രഷ് പെയിൻറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ഈ 3 കാര്യങ്ങളും അതിൽ സംഭവിക്കും, പൊളിഞ്ഞു പോരും. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഷ് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊളിഞ്ഞു പോരും. ഓക്കെ, പിന്നെ ഈ ലൈറ്റ് കളറുകൾ വരുന്നുണ്ട്. ലൈറ്റ് കളറുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്ലീൻ ലുക്ക് കിട്ടും, നമുക്ക് റൂമിനൊരു ക്ലീൻ ലുക്ക് കിട്ടും ലൈറ്റ് കളർ പെയിൻറ്റിംഗ് ആണെങ്കിൽ. അതേസമയം കുറച്ച് ഡാർക്ക് പെയിൻറ്റിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്കെന്താ വെച്ചാൽ ഈ ഷെയ്ഡുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ ഒക്കെ മറച്ച് നിർത്താനൊക്കെ അത് പറ്റും, ഡാർക്ക് പെയിൻറ്റിംഗ് ആണെങ്കിൽ, ഡാർക്ക് കോട്ടിംഗ് ആണെങ്കിൽ. അപ്പോൾ നമ്മൾ മെറ്റീരിയലിനെ കുറിച്ച് പഠിച്ചു, മെറ്റീരിയൽ തിക്നെസ്സെ കുറിച്ച് നോക്കി, കോട്ടിങ് നോക്കി. ഇനി നമ്മൾ മൂന്നാമത് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ ഭാഗത്തേക്ക് നമുക്ക് നോക്കണം. ഉള്ളിൽ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ തുറന്ന് നോക്കുക. അപ്പോൾ അതിൽ ഹാങ്ങർ റോഡുകൾ, നമുക്ക് തുണികളൊക്കെ തൂക്കിയിടാനുള്ള സൗകര്യങ്ങൾ, തുണികളൊക്കെ തൂക്കിയിടാനുള്ള
സൗകര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത്. അതിനുള്ള ഉയരം അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത്. കോട്ട്, സാരി, അതുപോലെ ഇത് ഇങ്ങനെയുള്ള ഷർട്ടുകൾ ഇതൊക്കെ നമ്മൾ തൂക്കിയിടുന്ന സമയത്ത് അടിഭാഗത്ത് തട്ടാൻ പാടില്ല. അത്രയും ഉയരം വേണം അതിൻ്റെ റോഡുകൾ. എത്ര റോഡുകളുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം. പിന്നെ നമുക്കൊരു അലമാരയിൽ ഒരു മിററും പിന്നെ ഡ്രോയറൊക്കെ ഉണ്ടെങ്കിൽ ഒരു അഡീഷണൽ ബോണസ് ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. അലമാരയുടെ കൂടെ നമുക്ക് കിട്ടുന്ന ഒരു അഡീഷണൽ സൗകര്യമാണ് അതൊക്കെ, മിററും പിന്നെ ഡ്രോയറും ലോക്കറും ഒക്കെ. അപ്പോൾ എത്ര റോഡുകളുണ്ട് നോക്കണം, എത്ര ഷെൽഫുകളുണ്ട് നോക്കണം, പിന്നെ ഏത് തരത്തിലുള്ള ലോക്കറുകളാണ് അതിൻ്റെ ഉള്ളിൽ പ്രൊവൈഡ് ചെയ്യുക, എത്ര ലോക്കറുകളുടെ സൗകര്യമുണ്ട്. അതൊക്കെ നമ്മളുടെ ആവശ്യത്തിന് നമുക്ക് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടെങ്കിലൊക്കെ ലോക്കർ 2 ലോക്കറൊക്കെ ഉള്ള അലമാരകൾ നമുക്ക് പ്രിഫർ ചെയ്യാം. 2-3 ലോക്കറുകളൊക്കെ ഉള്ള അലമാരകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഈ 3 കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ നോക്കി. മെറ്റീരിയൽ ക്വാളിറ്റി നോക്കി, നമ്മൾ കോട്ടിങ് നോക്കി, പിന്നെ ഉള്ളിലെ സൗകര്യങ്ങളൊക്കെ നോക്കി. അതിന് ശേഷം നമ്മൾ നോക്കേണ്ടത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലോക്ക് അത് നമ്മൾ പൂട്ടി വയ്ക്കുന്ന ലോക്കുകൾ ഏതൊക്കെ തരത്തിലുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ലോക്കിൻ്റെ ക്വാളിറ്റി നമ്മൾ ഒരിക്കലും അവഗണിക്കരുത്. കാരണം നമ്മൾ സേഫായിട്ട് നമ്മുടെ ഐറ്റംസ്, ഓർണമെൻറ്റ്സ്, ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെക്കുന്ന ഒരു സ്ഥലമാണല്ലോ അലമാര. അപ്പോൾ ഈ ലോക്കിൻ്റെ ക്വാളിറ്റി നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല. അപ്പോൾ ഇതിൽ നമുക്ക് 3 പോയിൻ്റ് ലോക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതായത് നമ്മൾ ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഭാഗത്ത് മേലെ, ആ ഡോറിൻ്റെ മേലെ പോയിട്ട് ലോക്ക് ചെയ്യും, അടിയിൽ പോയിട്ട് ലോക്ക് ചെയ്യും, അതുപോലെ മിഡിലും പോയിട്ട് ലോക്ക് ചെയ്യും. ഈ 3 പോയിൻ്റ് ലോക്കിംഗ് സിസ്റ്റമുള്ള അലമാരകൾ നമ്മൾ നോക്കി വാങ്ങിക്കണം. ഇല്ലെങ്കിലെന്ന് വെച്ചാൽ സെൻറ്ററിൽ മാത്രം ലോക്കിംഗ് ആണെങ്കിൽ അത് പെട്ടെന്ന് ആർക്കും അത് തുറന്നെടുക്കാൻ പറ്റും. നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് പുറത്ത് പോകും. പക്ഷേ 3 പോയിൻ്റ് ലോക്കിംഗ് ആണെങ്കിൽ താഴെയും മേലെയും അതുപോലെ സെൻറ്ററിലും ലോക്കിംഗ് ഉണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ 3 ഭാഗത്ത് കയറിയിട്ട് ലോക്കാവും. അപ്പോൾ അതാണ് വളരെയധികം സേഫ്. ഓക്കെ, 3 പോയിൻ്റ് ലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ അതിൽ തന്നെ നമുക്ക് ഡിജിറ്റൽ ലോക്കിംഗ് ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ പുതിയ അലമാരകളിലൊക്കെ ഡിജിറ്റൽ ലോക്കിംഗ് വരുന്നുണ്ട്. പിന്നെ ക്യാം ലോക്കുകൾ വരുന്നുണ്ട്. ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് ലോക്കുകൾ വരുന്നുണ്ട്. നമ്മളുടെ മുഖം അല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഒക്കെ കണ്ടാൽ, ടച്ച് ചെയ്താൽ മാത്രം തുറക്കുന്ന ടൈപ്പിലുള്ള ലോക്കുകളുള്ള അലമാരകൾ ഇപ്പോൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലോക്ക് നമ്മൾ നോക്കി. അപ്പോൾ ലോക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ നമ്മൾ അലമാര എന്ന് പറയുന്നത് നമ്മൾ ഭദ്രമായിട്ട് നമ്മളെ ഓർണമെൻറ്റ്സ് ഒക്കെ, ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെക്കാനുള്ളൊരു സ്ഥലമാണല്ലോ. അപ്പോൾ ലോക്ക് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഡോറിൻ്റെ സൈസുകൾ. അപ്പോൾ അതിൽ 2 ഡോർ അലമാരകൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്, 3 ഡോറുള്ള അലമാരകൾ ഇറങ്ങുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ 4 ഡോറുള്ള അലമാരകളൊക്കെ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ബെഡ്റൂമൊക്കെ ചെറുതാണെങ്കിൽ, കോമ്പാക്റ്റ് ആയിട്ടുള്ള ബെഡ്റൂം ആണെങ്കിൽ നമുക്ക് 2 ഡോറുള്ള അലമാര മതി. അതെല്ലാം നമുക്ക് കുറച്ച് സ്പേഷ്യസ് വലിയൊരു ബെഡ്റൂം സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ, അതുപോലെ കുറേ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കുട്ടികളുടെയും ഫാമിലിയുടെ ഒക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാനുണ്ടെങ്കിൽ 3 ഡോറോ അല്ലെങ്കിൽ 4 ഡോറോ ഉള്ള അലമാരകൾ നമുക്ക് പ്രിഫർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നമ്മളുടെ ബെഡ്റൂമിൻ്റെ വലുപ്പത്തിനും കാര്യത്തിനൊക്കെ അനുസരിച്ച് നമുക്ക് ഡോറിൻ്റെ ഇത് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഡോറുകൾ കംഫോർട്ടബിളായിട്ട് തുറക്കാനും അടയ്ക്കാനും പറ്റുന്നുണ്ടോ എന്നുള്ളത്. ചില വിജാഗിരികളൊക്കെ ഭയങ്കര ടൈറ്റായിരിക്കും. നമ്മൾ ഡോറൊക്കെ തുറക്കുമ്പോൾ തന്നെ അത് എത്ര കാലം കഴിഞ്ഞാലും അതേമാതിരി തന്നെ ഒരു ഭയങ്കര ശബ്ദമാണ്, പറന്ന് പറഞ്ഞൊരു ശബ്ദം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഡോറ് തുറക്കുന്നത് കംഫർട്ടബിളായി സ്മൂത്ത് ആണോ. പിന്നെ ഒരിക്കൽ ഡോർ അടച്ചു കഴിഞ്ഞതിന് ശേഷം അത് അലൈനായി 2 ഡോറുകളും ഒരേ മേലെ അലൈൻമെൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. പിന്നെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ നിർബന്ധമായിട്ടും ബ്രാൻഡിൻ്റെ വാറണ്ടി, അതുപോലെ ആഫ്റ്റർ സെയിൽ സർവീസ് നമ്മൾ അലമാര വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് ശേഷം എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വരികയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം സർവീസ് കിട്ടും. അത്തരം കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു 6 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമുക്കൊരു അലമാര നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ അലമാര നമുക്ക് ഒരുപാട് കാലം നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു വെരി മച്ച്.